ഹലോ ഗൈസ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ. ശരിക്കും നാളെ ക്ലാസ് ഉണ്ടാവുമോ? നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ ബസ്സുകൾ ഉണ്ടാവുമോ? കടകൾ തുറക്കുമോ? അങ്ങനെ ഒരുപാട് നിരവധി സംശയങ്ങളാണ് ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് ന്യൂസിന്റെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. നിരവധി ചോദ്യങ്ങളാണ് കുട്ടികളുടെ സംശയം. തൃശ്ശൂർ ജില്ലയിൽ അവധിയുണ്ടോ? മലപ്പുറം, പാലക്കാട്, അങ്ങനെ ഒരുപാട് ജില്ലകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ അവധി ഉണ്ടോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ നിരവധി ചോദ്യങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഗൈസ്, അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. SC/ST വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് സംവരണ ബച്ചാവോ സംഘർഷ് സമിതി നാളെ ബുധനാഴ്ച രാജ്യത്ത് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലും നാളെ ഹർത്താൽ ആചരിക്കുമെന്നുള്ളത് വിവിധ ആദിവാസി ദലിത് സംഘടനകളും അറിയിച്ചു കഴിഞ്ഞതാണല്ലോ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ സംശയം. തീർച്ചയായിട്ടും ഏതൊക്കെ ജില്ലകൾ അവധി പ്രഖ്യാപിച്ചു എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജില്ലയിലും ഇതുവരെ ഒഫീഷ്യലായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളോ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സംഘടനകളോ ഒന്നും തന്നെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഈ ഒരു ബന്ധുമായിട്ട് നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നാളെ സ്കൂളുകൾക്ക് ഒഫീഷ്യലായിട്ട് അവധി ലഭിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് മക്കളെ നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ അവധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു ഒഫീഷ്യൽ ന്യൂസ് വരാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഗൈസ്, അതേപോലെ തന്നെ പ്രമുഖ മീഡിയ ചാനലുകളിൽ ഒന്നും തന്നെ ഈ ഒരു ബന്ധുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഒന്നും തന്നെ നമുക്ക് അധികമൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ്. ബട്ട് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13 ജില്ലകളിലും വയനാട് ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ജില്ലകളിലും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ നേരത്തെ വിടാനുള്ള ചെറിയ ചില സാധ്യതകൾ എന്തായാലും കാണുന്നുണ്ട്. എന്തൊക്കെയായാലും കേരളത്തെ സാരമായി നാളത്തെ ഹർത്താൽ ബാധിച്ചേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകളൊക്കെയും. ഇനിയിപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നാളെ ബസ്സുകൾ ഉണ്ടാവുമോ, പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവുമോ, പൊതുഗതാഗതം ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗതവും സാധാരണ നിലയിലായിരിക്കും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള തടസ്സങ്ങൾ അതിനുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ മക്കളെ, നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ക്ലാസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും പുറത്തേക്ക് വരുന്ന സൂചനകളൊക്കെയും. പക്ഷേ ഇത് ഹർത്താൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും മുൻകൂട്ടി വലിയ തോതിലുള്ള പ്രവചനങ്ങളൊന്നും നിന്ന് നടത്താൻ കഴിയില്ല. ഏതായാലും ക്ലാസ്സുകൾ നേരത്തെ വിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കായി തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. അപ്പോൾ ഗൈസ്, ബൈ.